ഒരിക്കൽ കണ്ടവരെല്ലാം അഡിക്റ്റ് ആയി വീണ്ടും വീണ്ടും കാണുന്ന പരിപാടി തന്നെയാണ് ബിഗ് ബോസ്. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ബിഗ് ബോസിന് പുറകിലുണ്ടെന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത്. ആളുകൾ അറിയാതെ അവരുടെ മനസ്സിലെ ഹീറോകളാണ് ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളും. അതുകൊണ്ട് തന്നെ അവരുടെ കഥകൾ അറിയാൻ, അല്ലെങ്കിൽ അവർ ബിഗ് ബോസിന് ശേഷം നയിക്കുന്ന ജീവിതം അറിയാൻ ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്നുണ്ട്. സീസൺ 6 ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ് അപ്സര. അടുത്ത സീസൺ തുടങ്ങാൻ മാസങ്ങൾ മാത്രം ഇരിക്കെ താൻ ബിഗ് ബോസിലേക്ക് വരാൻ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്സര. തന്റെ പ്രശ്നങ്ങളും കുറവുകളും മറ്റുള്ളവരെ അറിയിക്കാൻ അപ്സരയ്ക്ക് തീരെ താല്പര്യമില്ല. കരഞ്ഞിരിക്കുന്ന സമയമാണെങ്കിലും ആളുകൾക്ക് മുൻപിൽ ചിരിച്ചു മാത്രം പ്രത്യക്ഷപ്പെടുന്നതിന്റെ പ്രധാന കാരണം സിമ്പതി ആഗ്രഹിക്കാത്ത ആളായതുകൊണ്ട് മാത്രം. ചെറിയ കാര്യങ്ങളെ പോലും സന്തോഷമാക്കി മാറ്റി ജീവിതത്തിൽ എന്നും ജയിക്കണമെന്ന ചിന്തയോടുകൂടി ജീവിക്കുന്ന താരത്തിനെ ഇങ്ങനെ മാറ്റാൻ കാരണമായത് ജീവിതത്തിനോടുള്ള വാശി തന്നെയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള അച്ഛന്റെ മരണം വല്ലാതെ തളർത്തിയെങ്കിലും കുടുംബം മുന്നോട്ട് പോകാൻ അപ്സരയുടെ അമ്മ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതിലെ മുതൽ തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാനാണ് അപ്സര ശ്രമിച്ചത്. അതുകൊണ്ട് മാത്രമാണ് 21ാം വയസ്സിൽ താരം സ്വന്തമായി കാർ വാങ്ങിച്ചത്. മാത്രമല്ല, അമ്മയുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിക്കാതെ സ്വന്തം ചിലവിലാണ് സ്വന്തം കല്യാണം അപ്സര നടത്തിയത്. ആഗ്രഹിച്ചതെല്ലാം സ്വന്തമായി നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് താരം ഭാഗ്യമായി കരുതുന്ന കാര്യം. താരത്തിന്റെ അഭിപ്രായത്തിൽ പെർഫോം ചെയ്യാൻ ഒരു വേദി കിട്ടുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബിഗ് ബോസിൽ പോയതെല്ലാം അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ അവസരത്തിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി കൂടിയാണ്. സാമ്പത്തികമായി മെച്ചപ്പെടുന്നത് പോലെ തന്നെ താനായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്പേസ് കൂടിയാണ് ബിഗ് ബോസ്. താൻ സംസാരിച്ച രീതിയോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് ഇഷ്ടമായെന്ന് അറിയില്ലെങ്കിലും സ്വയം സന്തോഷിക്കാൻ അപ്സരയ്ക്ക് അതുകൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ദൈവം സഹായിച്ച് 78 ദിവസം ഷോയുടെ ഭാഗമാവാൻ അപ്സരയ്ക്ക് കഴിഞ്ഞു. മോശം പറയാതെ ആ ഷോയിൽ നിൽക്കാനും സാധിച്ചു. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം ചെയ്തിട്ടാണ് ഷോയിലേക്ക് പോയത്. എന്നാൽ ആളുകളുടെ മനസ്സിലെ നെഗറ്റീവ് മാറ്റി തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് സന്തോഷമാണ്. അതിനൊക്കെ വേണ്ടി തന്നെയാണ് പോയത്, അപ്സര പറയുന്നുണ്ട്. ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അസോസിയേഷൻ രൂപീകരിച്ചതിനെ കുറിച്ചും അപ്സര പ്രതികരിക്കുകയുണ്ടായി. വലിയൊരു ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെയാണ്. മറ്റു സീസണുകൾ പോലെയല്ല. സീസൺ 6 മത്സരാർത്ഥികൾ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പാടുമായിരുന്നു. അങ്ങനെ പരസ്പരം അറിയുന്നവർ സീസൺ 1 ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ അസോസിയേഷൻ ആക്കിയാലോ എന്ന ചോദ്യം വന്നു. ആദ്യം മീറ്റപ്പ് നടത്തി. അത് ആവേശമായപ്പോൾ അസോസിയേഷനെ കുറിച്ച് ആലോചിച്ചു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാര്യം അതത് സീസണുകളിലെ മത്സരാർത്ഥികൾ തമ്മിൽ തന്നെ വളരെയധികം പ്രശ്നമാണ്. അപ്പോഴാണ് എല്ലാ സീസണുകളിലെയും ആളുകളെ കൂട്ടിക്കൊണ്ടൊരു അസോസിയേഷൻ. പിന്നെ എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു. എല്ലാവരും സമയം കണ്ടെത്തി ഒത്തുകൂടി അസോസിയേഷൻ ഉണ്ടാക്കി. ആരും ഈഗോ വെക്കാതെയാണ് പരസ്പരം ബന്ധപ്പെട്ടത് പോലും. അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. അപ്പോൾ വാശിയായി. എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയൊരു മെഗാ ഷോയാണ് ആദ്യം ആലോചിച്ചത്. ലാലേട്ടനെയൊക്കെ വിളിച്ചു ചേർത്ത് പരിപാടിയാക്കാം എന്നായിരുന്നു ആലോചന. എന്നാൽ അത് നടന്നില്ല. അങ്ങനെയാണ് ക്രിക്കറ്റിലേക്ക് നടന്നത്. എന്തായാലും അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചു, താരം പറയുന്നു.